പ്രിയപ്പെട്ട ലാൽ കുടുംബത്തിന്റെ വാത്സല്യഭാജനവും അഭിമാനവുമായിരുന്നു ലാൽ. ചതിയും വഞ്ചനയും അറിയാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ലാൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എന്നും പ്രിയങ്കരനായിരുന്നു. അവൻ സ്വയം തിരഞ്ഞെടുത്ത മാർഗത്തിലൂടെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ചവിട്ടിക്കയറുകയായിരുന്നു. 1966 ഏപ്രിൽ 22 പകൽ 4 മണിക്ക് കാർത്തിക നക്ഷത്രത്തിൽ ലാൽ ജഗതിയിൽ ജനിച്ചു. കോട്ടൺ ഹിൽ ഗവൺമെന്റ് നഴ്സറി സ്കൂളിലും പ്രൈമറി സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. SMV സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, ഗവൺമെന്റ് ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BA പാസ്സായി. ഭാരതീയ വിദ്യാഭവന്റെ തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ജേർണലിസം ഡിപ്ലോമ ജയിച്ചു. അങ്ങനെയാണ് കേരള കൗമുദിയിലെത്തിയത്. അവിടെ നിന്നും TV മേഖലയിലേക്ക് തിരിഞ്ഞു. ചെറുപ്പം മുതൽ നാടകപ്രേമിയായിരുന്നു. പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ അടുത്തുള്ള ഉത്സവ പറമ്പുകളിൽ നാടകം നടക്കുമ്പോൾ എത്ര രാത്രിയാണെങ്കിലും കൊണ്ടുചെന്ന് കാണിക്കുവാൻ കരഞ്ഞു വിളിച്ച് വീട്ടുകാരെ ശല്യപ്പെടുത്തുമായിരുന്നു. കോളേജ് ക്യാമ്പസുകളിൽ കലാപ്രവർത്തനങ്ങൾ നടത്തുകയും കളിക്കൂട്ടം, നിയോഗം എന്നിങ്ങനെയുള്ള നാടക സംഘങ്ങളുമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. വെള്ളി നക്ഷത്രത്തിന് വേണ്ടി സിനിമാ ലൊക്കേഷനുകളിൽ റിപ്പോർട്ടറായി പോയിരുന്നപ്പോഴാണ് സിനിമാ രംഗവുമായി അടുത്തത്. അനേകം സിനിമകൾക്ക് കഥ, തിരക്കഥ, സംഭാഷണം എഴുതി. അവസാനം ചെന്നു ചേർന്നത് മിനി സ്ക്രീനിലേക്കാണ്. ഏഷ്യാനെറ്റും കൈരളിയും സൂര്യയുമെല്ലാം ലാലിന്റെ സൃഷ്ടികൾ അംഗീകരിക്കുകയും അവസരങ്ങൾ നൽകുകയും ചെയ്തു. TV സീരിയലുകളിലും ടെലിഫിലിമുകളിലും സാഹിത്യത്തിനും ജീവിത വീക്ഷണത്തിനും പ്രാധാന്യം നൽകിയെന്നാണ്. 2000, 2001, 2002 എന്നീ വർഷങ്ങളിൽ TV രചനകൾക്ക് സ്റ്റേറ്റ് അവാർഡുകൾ ഉൾപ്പെടെ അനേകം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2002 ആഴം, വിലോലം എന്നീ ടെലിഫിലിം രചനകൾക്ക് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് വാങ്ങാൻ ലാൽ ഉണ്ടായിരുന്നില്ല. അവസാന കാലത്ത് മാതൃഭൂമി TV നിർമ്മിച്ച് ഏഷ്യാനെറ്റ് സംപ്രക്ഷേപണം ചെയ്ത സ്വപ്നം എന്ന മെഗാ സീരിയലിന്റെ തിരക്കഥാകൃത്തും സംഭാഷണ രചയിതാവുമായിരുന്നു. 17/7/2003 ഷൂട്ടിംഗ് ടീമിനോടൊപ്പം മട്ടാഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന ഷൂട്ടിങ്ങിന് പോയതാണ്. പോകും മുമ്പ് വീട്ടിൽ എല്ലാവരോടും സന്തോഷപൂർവ്വം യാത്ര പറഞ്ഞു. അത് തിരിച്ചു വരാത്ത ഒരു യാത്രയാണെന്നും ആരും കരുതിയില്ല. ഒരു ജൂലൈ 22 കൂടി വരികയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 23 വർഷമായി എന്നുള്ളതാണ് ലാല് നമ്മളെല്ലാം വിട്ടുപോയിട്ട്. കാരണം 2003 ജൂലൈ 22 ആ ദുരന്തം സംഭവിക്കുന്നത്. ശരിക്കും എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ ആ നാടകക്കാലമാണ് ഈ ലാലിനെ ഓർമ്മിക്കുമ്പോഴെല്ലാം ഉള്ളത്. അന്ന് 17-18 വയസ്സുള്ള ജനാർദ്ദനൻ ഇന്നത്തെ ഏറ്റവും നല്ല സീരിയൽ സിനിമ സംവിധായകൻ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നാടക സംഘത്തിനകത്ത് നാടകം ലീഡ് ചെയ്തിരുന്ന ഡോക്ടർ ജനാർദ്ദൻ്റെ എഴുത്തും സംവിധാനവും നമ്മൾ എത്രമാത്രം നല്ല നാടകങ്ങൾ നമ്മൾ കളിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ ലാല് ശ്രദ്ധേയമായ വേഷം, നല്ല രസമുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നും ജനാർദ്ദനൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു. ഇവൻ ഒരിക്കലും ടൈം കീപ്പ് ചെയ്യൂല, പിന്നെ സ്ക്രിപ്റ്റ് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കില്ല, അങ്ങനെയൊക്കെ. നമ്മളെയൊക്കെ അങ്ങനെ ഒരു ഈ വലിയ കീ റോൾ കഥാപാത്രങ്ങളല്ല. ഇവൻ ലീഡിങ് അങ്ങേയറ്റം മുതലുള്ള കഥാപാത്രം ചെയ്യുന്നവനാണ്. പക്ഷെ അവൻ കറങ്ങി തിരിഞ്ഞ് നടക്കുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. പിന്നെ നാടകം നടത്തിയെടുക്കാൻ കഴിവുള്ള കാളിദാസൻ,
ലാല് പോയി അടുത്ത വർഷം കാളിദാസനും പോയല്ലോ. നമ്മുടെ ഒരു ഇത് കഴിഞ്ഞിട്ട്, അനുസ്മരണം കഴിഞ്ഞിട്ട് അടുത്ത ഇതിൽ. അതുപോലെ തന്നെ നമ്മുടെ ആ നാടക സംഘത്തിനകത്ത് ഞാനും ലാലും രമേഷും കൂടി ജനാബിൻ്റെ രാജകുമാരൻ നഗ്നായിരുന്നില്ല എന്ന് പറഞ്ഞ നാടകത്തിനകത്ത് രാഹു കേതു ഗുളികൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ആ രമേഷ് അന്നേ സിനിമാ നടനാവണം, ജയനെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞ ആ രമേഷ് അതുപോലെ തന്നെ ആ കാലത്തിൽ പോയി. നമ്മൾ അതിൽ ഈ ലാലുവായിട്ടൊക്കെ നമുക്ക് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് അല്ലേ. നമ്മൾ ഈ നാടക സംഘത്തിനകത്ത് വരുന്ന കലഹം, പിന്നെ ഇവൻ ഇതായിട്ട് നിയോഗം നമ്മൾ എന്താണ് പുനരുജ്ജീവിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. നല്ല നടനാണ്, സംവിധായകനാണ്, എഴുത്തുകാരനാണ്, നല്ല കഥ പറച്ചിലുകാരനാണ്. ഏത് പൊട്ടക്കഥയും അവൻ പറഞ്ഞ് ഫലിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ ജഗതിയിലുള്ള ആ വീടുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം, അമ്മയും അച്ഛനും മഞ്ജുവും ഒക്കെ, അവരെയും നമുക്ക് ഓരോ കാലത്തായിട്ട് നഷ്ടമായി. പിന്നെ അനിയൻ ഗുരുവായിട്ട് നമുക്ക്, പിന്നെ ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു കോണ്ടാക്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അജിത, നമ്മുടെ അനുസ്മരണങ്ങൾക്കെല്ലാം അജിത വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അജിതയ്ക്കിപ്പം നമുക്ക് എല്ലാവർക്കും പ്രായം, അതാണ് ഏറ്റവും വലിയൊരു സംഭവം, പ്രായം കൂടുന്നതല്ലേ. അപ്പോൾ കുട്ടികൾ, പഠിത്തം, വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെ പുതിയ കുടുംബമായിട്ടൊക്കെ പോകുമ്പോഴുള്ളൊരു സംഗതിയുണ്ട്. എന്നാലും മിക്കവാറും എല്ലാ സമയത്തും അജിതയായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട്. ഈ ലാലിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത്, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ എഴുതിയതുപോലെ ലാലിൻ്റെ ഈ സ്ലോ പേസ്, ഇനി കടിക്കണ പട്ടിയെ അഴിച്ചു വിട്ടാലും ലാലിൻ്റെ ഒരു മിനിമം സ്പീഡിലേ പോവുള്ളൂ, നടന്നു പോവുള്ളൂ. അവൻ്റെ ചിരി, ഇതൊക്കെ തന്നെ ഇത്രയും കാലമായിട്ടും മായാതെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടേ. നമ്മളിപ്പോൾ ആ നിയോഗം എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഈ വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ടേ, അതിനകത്ത് ജോബി, സഞ്ജീവ്, അജി, കാളിദാസൻ്റെ ദീപ, നമ്മുടെ ഏർപ്പുക സുരേഷ്, സനലുണ്ട്, പുരുഷോത്തമനുണ്ട്, പോളോ സുരേഷ് ഉണ്ട്. നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ടല്ലോ പോളോ സുരേഷ്. ഇപ്പോഴും ഞങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പും ഈ ഗോപാലകൃഷ്ണൻ്റെ അവൻ വീട്ടിലിരിപ്പാണല്ലോ, ഗോക്രു ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത്. അവൻ വീട്ടിനകത്ത് നിന്ന് ചാടാൻ വേണ്ടിയിട്ട് പോളോ അവനെ വിളിച്ചോണ്ട് വന്ന് നമ്മൾ കുറേ നേരം ഇരുന്നൊക്കെ ഇടയ്ക്ക് സംസാരിച്ചിട്ട് പോകുമല്ലോ. കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മളെല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെപ്പോഴും ഇപ്പം ഈ നിയോഗം എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ്, അതുപോലെ തന്നെ നടചരിതം, നമ്മുടെ സുധാരൻ സാറിൻ്റെ ആ നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് നമ്മളെ കണ്ട് സംസാരിച്ച് നാടകം കളിച്ചതുപോലെയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ സാറ് പോയി. അതിനകത്ത് നമ്മുടെ പഴയ ചന്ദ്രൻ മെമ്മോറിയൽ ടീമുകളെല്ലാം ഉണ്ട്. പ്രദീപുണ്ട്, പിന്നെ കൊച്ചു വിനോദുണ്ട്, അമ്പൂട്ടിയുണ്ട്, നമ്മുടെ പ്രകാശ്, നമ്മുടെ ആദ്യത്തെ അനുസ്മരണത്തിനകത്തൊക്കെ പ്രകാശ് മെയിൻ വേഷത്തിൽ നമ്മുടെ ആ നാടകത്തിനകത്തുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന, നമ്മുടെ ഒപ്പം നടന്നിരുന്ന നമ്മുടെ അനിൽ നെടുങ്കോട്, ഇളംകുളം അനിലെന്ന് നമ്മൾ വിളിക്കൂലേ, അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ഒരുമാതിരി ഒരു ഇതിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. ലാലു മരിക്കുമ്പോൾ ശരിക്കും അവന് 37 വയസ്സായിരുന്നേ. ഇന്ന് നമ്മൾ 60 വയസ്സുകാരുടെ കൂട്ടമാണ്. ചിലരൊക്കെ, സനലൊക്കെ നമ്മളെക്കാളും ഒരു അല്പം ഇളയതായതുകൊണ്ട് 60ലേക്ക് വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ. മിക്കവാറും എല്ലാവരും 60കാരുടെ ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ അവനും കാളിദാസനും രമേശും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ 60കാരുടെ 60s എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ടായിരുന്നേനെ. പിന്നെ അത് മാത്രമല്ല, അവൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അവൻ മലയാളത്തിൻ്റെ ഏറ്റവും നല്ല തിരക്കഥാകൃത്തായിട്ട് മാറുമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അവന് പൈസ കിട്ടുമ്പം നമ്മളെല്ലാം കൂടി മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നാടകം കളിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ദൂരദർശൻ അജി ഒക്കെ ഉൾപ്പെടെ എല്ലാവരും, നമ്മുടെ പഴയ LIC വിജയൻ, അങ്ങനെ കുക്കു പരമേശ്വരനല്ലേ നമ്മുടെ ആദ്യത്തെ നാടകം ചെയ്ത. എന്തായാലും ലാലിനെ നമുക്ക് ഓരോ ദിവസവും ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മുടെ ഒരു ഇളയതും മുത്തതിൻ്റെയും അപ്പുറമുള്ള റിലേഷനായിരുന്നു എന്നാണല്ല നമ്മൾ കാണണേ. ഓക്കെ.